എത്തുകയും ചെയ്യണം. ഷഹീദ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഹീദ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതീക്ഷ എന്നത് ആ റോപ്പ് വഴിയുള്ള ഈ മുണ്ടക്കൈ ഭാഗം ചൂരൽമല ഇതിനെ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴുള്ള താൽക്കാലിക റോപ്പിലാണ് അഭയം. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സമയം, ഒരാളെ ഇക്കരക്കരയിലേക്ക് എത്തിക്കുമ്പോൾ എടുക്കുന്ന സമയവും അവിടെ കുടുങ്ങിയിരിക്കുന്ന ആളുകളും, അത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. പുരോഗതി ഉണ്ടോ കാര്യങ്ങൾക്ക്? പ്രദേശ പുരോഗതിയുണ്ട്, പക്ഷേ സൂചിപ്പിച്ച പോലെ തന്നെ അത് വളരെ സാവധാനമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് അവിടെ കുടുങ്ങിയെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്, സമയം വളരെ കുറവുമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പരിക്കേറ്റ ആളുകളെ വളരെ പരിമിതമാണെങ്കിൽ കൂടി അവരെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് ഇപ്പോൾ സൈന്യവും NDRF സംഘവും റെസ്ക്യൂ സംഘവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്തിക്കുന്ന ആളുകളെ ഇങ്ങോട്ട് റോപ്പ് വഴി ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ കുറച്ച് മുൻപ്, അല്പസമയം മുമ്പ് ഈ ചൂരൽമല പ്രദേശത്തു നിന്നും ഈ രക്ഷാപ്രവർത്തകർ പ്രാഥമിക മെഡിക്കൽ എയ്ഡിലുള്ള ചില ഉപകരണങ്ങളുമായി അപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് റോപ്പ് വഴി കടന്നിട്ടുണ്ട്. അതായത് പരിക്കേറ്റ ആളുകൾക്ക് പ്രാഥമികമായ എന്തെങ്കിലും ചികിത്സ എന്തെങ്കിലും ലഭ്യമാക്കാൻ കഴിയുമോ എന്നാണ് അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ എയ്ഡുമായി ഒരു ബോക്സുമായി ആളുകൾ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഷഹീദ് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, മരണസംഖ്യ 84 എന്ന പുതിയ വിവരം കൂടി വരികയാണ്. തീർച്ചയായും പ്രതീക്ഷ അത് ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മളിവിടെ വന്ന ശേഷം തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് എത്തിക്കുന്ന ആളുകളിൽ ഒരാൾ മരിച്ചിരുന്നു. ഒരു മൃതദേഹമാണ് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടുകാരെല്ലാവരും പറയുന്നു അവരെ പലയിടങ്ങളിലായി, അതായത് ചൂരൽമലയിൽ ഒഴുക്കിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ടവരുടെയൊക്കെ ഇനിയും കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വാഭാവികമായും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മുണ്ടക്കൈ ഭാഗത്തും ഇനിയും ഇപ്പോൾ പുറത്തെത്തിക്കുന്ന ആളുകളിൽ മരിച്ച ആളുകളെ എത്തിക്കുന്നുണ്ട്. അതായത് മരണപ്പെട്ടവരെ മൃതദേഹമായി എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അതായത് മരിച്ച് അവിടെ ജീവൻ നഷ്ടപ്പെട്ടവർ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇനി മരണസംഖ്യ എത്രയാകുമെന്ന് സംബന്ധിച്ചൊക്കെ ഇനിയും നമുക്ക് ആശങ്ക ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ പരിക്കേറ്റ് നിൽക്കുന്ന ആളുകൾക്കുണ്ട്, അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിക്കേറ്റ ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പരിക്കേറ്റ മറ്റൊരു സ്ത്രീയെ, പ്രായമായവരൊക്കെ ഉണ്ട് കൂടുതലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ തോട്ടത്തൊഴിലാളി മേഖലയിൽ കുറച്ച് വർഷങ്ങളായി അവിടെ തോട്ടത്തൊഴിലാളികളായി കഴിയുന്ന ആളുകൾ, അവർ പാടികൾ താമസിക്കുന്നവരൊക്കെ നിരവധി പാടികളുണ്ട് എന്നാണ് നാട്ടുകാരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിരവധി സ്ത്രീകളുണ്ടാവും. പ്രത്യേകിച്ച് തോട്ടം മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളാണ് കൂടുതലുമായി ഉള്ളത്, ജോലി ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ കൂടുതലും ഇപ്പുറത്തേക്ക് ചൂരൽമലയിലേക്ക് എത്തിച്ച് റോപ്പ് വഴി എത്തിച്ചവരും കൂടുതലും സ്ത്രീകളായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ NDRFന്റെയും ഫയർ റെസ്ക്യൂന്റെയും സേനാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ, ഈ റോപ്പിന്റെ എണ്ണം കൂട്ടാനുള്ള ശ്രമം ഇപ്പോൾ നടത്തി. ഒരു റോപ്പാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും NDRF സംഘത്തിനോ അല്ലെങ്കിൽ റെസ്ക്യൂ സംഘത്തിനൊക്കെ അങ്ങോട്ട് പോകാനും ഇപ്പുറത്ത് ഉള്ള പരിക്കേറ്റ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തിരിച്ചു വരാനുള്ള 2 വഴികൾ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇപ്പോൾ നടന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ രക്ഷാപ്രവർത്തനത്തെ വേഗത്തിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സമയം വലുതാണ്, പ്രധാനപ്പെട്ടതാണ്. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമയം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മരണം അപ്പോൾ 84 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു.